ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ കുറച്ച് എൻ്റെ വാട്ടർ പ്ലാന്റ്സ് ഞാൻ അകത്ത് വെച്ചിരിക്കുന്ന ചെടികളാണിതൊക്കെ. കുറേ പേരുണ്ടല്ലോ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ചെടികൾ ഇഷ്ടപ്പെടുന്ന വില കൂടിയതും കുറഞ്ഞതുമായ കുറേ ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ്. അപ്പം ഞാൻ വലിയ കാശ് കൊടുത്ത് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ, വാട്ടർ പ്ലാന്റ്സ് വെക്കാൻ അങ്ങനെ ചട്ടികളൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഇങ്ങനെ ഈ കുപ്പി കണ്ടിട്ട് മനസ്സിലായി ഇതിൻ്റെ കുപ്പി നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഈ കുപ്പി ഇത് കണ്ടോ, ഈ കുപ്പി നമ്മുടെ മുന്തിരിങ്ങയുടെ പൾപ്പ് മേടിക്കുന്ന കുപ്പിയാണ്. അത് ഞാനിങ്ങനെ എടുത്ത് ചിലതിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞു, ചിലതിൻ്റെ സ്റ്റിക്കറൊന്നും കളഞ്ഞിട്ടില്ല. ഇത് നല്ല ഭംഗിയിൽ വീഡിയോയ്ക്കകത്ത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഇത് നല്ല ഭംഗിയാണ് ഇരിക്കുന്ന കാണാൻ, നല്ല രസമായിട്ടാണ് ഇത്. ഈ പോത്തോസ് മണി പ്ലാന്റ്, ഈ മണി പ്ലാന്റ് ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ചെറിയ ചെറിയ ഇലകളായിട്ട് വലിയ ഇലയുള്ളതിനെക്കാട്ടിലും ഭംഗി ഇത് തന്നെയാണ് കേട്ടോ. സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീടുണ്ടായിരുന്നു, എൻ്റെ പ്ലാവയിലൊക്കെ ഇങ്ങനെ മണി പ്ലാന്റ് കയറി, വലിയ മണി പ്ലാന്റ്. അങ്ങനത്തെ മണി പ്ലാന്റ് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ വലുതാകുന്ന ഇലയുള്ള മണി പ്ലാന്റ് ഇവിടെ ഉണ്ട്, പക്ഷേ ഞാനത് വെച്ചിട്ടില്ല കേട്ടോ. ഈ കുപ്പി കണ്ടില്ലേ, അത് കുൾഫിയുടെ ആണ്. കുൾഫി അല്ലേ? കുൾഫി തന്നെ. അപ്പോൾ അത് ഞാൻ ഐസ്ക്രീമില്ലേ, അത് കളയാതെ വെച്ചിരുന്ന കേട്ടോ. ഇത് ഒരു മരുന്ന് അളന്നെടുക്കുന്ന ഒരു ഇതാണ്. അതിനകത്ത് അളവ് എഴുതിയിട്ടുണ്ട്, അളവുണ്ട്. അതിവിടെ വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പം അതെടുത്ത് നല്ല രസം തോന്നി. അതെടുത്ത് അതിനകത്തും കുറച്ച് മണി പ്ലാന്റ് വെച്ചു. ഇത് നമ്മുടെ ഭരണി എന്നല്ല, ഞാൻ ഭരണി എന്നാണ് പറയാറ്. ഇത് നമ്മുടെ ഭരണി, കുഞ്ഞിക്ക ഭരണിയാണ്. നല്ല രസമാണ് അതേലും ഇങ്ങനെ മണി പ്ലാന്റ് ഇരിക്കുന്ന കാണാൻ. ഇപ്പം മണി പ്ലാന്റ് തന്നെ വേണമെന്നൊന്നുമില്ല, വേറെ ഏത് ചെടിയാണേലും. ഇതിപ്പം ഈ കുഞ്ഞരൻ കുപ്പികളും കുഞ്ഞു പാത്രമൊക്കെ ആയതുകൊണ്ട് ഞാനിത് ഈ മണി പ്ലാന്റിൻ്റെ ഇതിൻ്റെ ഇല കുഞ്ഞതാണല്ലോ, അപ്പം കുഞ്ഞതിനകത്തിരിക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. വലിയ ഇല കുഞ്ഞു പാത്രത്തിൽ ഇരിക്കുന്നതിനെക്കാട്ടും നല്ല കുഞ്ഞില കുഞ്ഞു പാത്രത്തിൽ നല്ല ഭംഗിയിലിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് പിന്നെ എന്തിൻ്റെ കുപ്പിയാണെന്ന് അറിയാമല്ലോ. അത് ഞാൻ മണി പ്ലാന്റ് അല്ല വെച്ചിരിക്കുന്നത്. അതിനകത്ത് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. നല്ല തിളക്കമുള്ളൊരു ഇലയുണ്ട്, നല്ല രസമാണ്. പ്ലാസ്റ്റിക് ഇലയാണെന്ന് തോന്നുന്നു, അതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ നല്ല രസമല്ലേ. കുറേ കാശ് കൊടുത്ത് വലിയ സെറാമിക് പോട്ടൊന്നും മേടിക്കേണ്ട ഒരു കാര്യമില്ല. സാധാരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. വീട്ടമ്മമാർ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നവർക്ക്, ചെടി വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. നമ്മുടെ അകത്ത് ഓരോ വശത്ത് ഇത് കൊണ്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇതൊക്കെ കുറേ നാളായിട്ട് വെച്ചതാണ്, ഇത് മാറണം ഇനി. അപ്പം കൊതുകൊന്നും മുട്ടയിടാത്ത രീതിയിൽ തിക്കിയാണ് ഞാൻ വെക്കുന്നത്. അങ്ങോട്ട് ഇറക്കാൻ തന്നെ വലിയ പാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ കുപ്പികളൊക്കെ കാണാൻ ഭംഗിയുള്ള കുപ്പികൾ നല്ല രീതിയിൽ നമ്മളെടുത്ത് എവിടെ വെച്ചാലും നല്ല രസം തന്നെ ആയിരിക്കുമേ. ഇത് സാധാരണപ്പെട്ട ആൾക്കാർക്ക്, ചെടി വെക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ വെക്കാം കേട്ടോ. കുപ്പികളൊന്നും കളയാതെ നല്ല ഭംഗിയുള്ള കുപ്പികൾ സൂക്ഷിച്ച് വെക്കണേ. ഇത് മറ്റേ ആപ്പി ജ്യൂസ് മേടിക്കുന്നതാണെന്ന് തോന്നുന്നു, ആപ്പി അതാണെന്ന് തോന്നുന്നു. എന്തിൻ്റെ ആയിരുന്നു ഞാൻ ഓർക്കുന്നില്ല. അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഈ ബൗള് കണ്ടോ, ഇത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. ഇത് ഞാൻ ഗപ്പിയെ കുറേ നാൾ വളർത്തുന്നുണ്ടായിരുന്നു. ഗപ്പി ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഗപ്പികളെ പിടിച്ചിടാൻ വേണ്ടി ഇത് മേടിച്ചതാണ്. ഇത് ഇപ്പോൾ ഇതിനകത്ത് എത്രയും വലിപ്പം തോന്നിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല വലിപ്പമുണ്ട്. ഞാൻ ഗപ്പിയെ പിന്നെ ഇതിനകത്ത് ഇടാതായേ കാരണം ഗപ്പി ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ചത്തുപോകും. ഇത്രയും ചെറിയ പാത്രത്തിൽ ഗപ്പികൾക്ക് ഇച്ചിരി വലിയ പാത്രമാണ് വേണ്ടത്. അപ്പോൾ അതേന്ന് മാറ്റിയപ്പം ഞാൻ ഈ ചെടി കൊണ്ട്, കുറേ ഇലയുള്ള ചെടിയാണ് ഇത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അകത്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് വെളിയിൽ വെച്ചില്ലെങ്കിൽ ഇലകൾക്ക് മഞ്ഞ കളറൊക്കെ ആയി പോകും കേട്ടോ. എത്ര ചെടിയാണെന്ന് പറഞ്ഞാലും, എത്ര നല്ല ചെടിയാണെന്ന് പറഞ്ഞാലും നമ്മൾ കുറച്ച് പുറത്ത് കൊണ്ട് വെക്കണം. വെള്ളത്തിൽ വെച്ചെന്ന് പറഞ്ഞാലും പുറത്ത് കൊണ്ട് സൂര്യപ്രകാശം കാണിച്ച് വെക്കണം, എന്നാലേ ഇതൊക്കെ
വാടാതല്ല, ഇല ഇങ്ങനെ മഞ്ഞിച്ച് പോകും. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. വാവാച്ചനെല്ലാം എടുത്ത് കളയും. അത് കാരണം കുറച്ചൊക്കെ ഞാൻ മാറ്റി. പോത്തോസ് ചെറിയൊരു പീസ് നാത്തൂൻ തന്നയാട്ടോ. അത് ഞാൻ കുറേ ആക്കി എടുത്തു. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇത്രയും പ്ലാന്റ്സേ കാണിക്കുന്നുള്ളൂ. അപ്പം ബൈ ബൈ. ബാക്കി പിന്നെ. ഓക്കെ, ബൈ ബൈ.